ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ. അല്ല, ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ, ദൈവത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് സ്വീകാര്യതയുണ്ടെങ്കിൽ ഞങ്ങളുടെ ദൈവം നിലനിർത്തട്ടെ. രസം അതല്ല, അവിടെ നൂൺ ഷോ, അതായത് 100 ദിവസം 125 ദിവസം കളിച്ച പടങ്ങൾ ഇത് ഈ 120 ദിവസം കഴിഞ്ഞ് നൂൺ ഷോ കളിക്കുമ്പോഴും ഈ പുള്ളി ഇവിടെ തരാൻ സമ്മതിക്കില്ല. ഈ പശുവും ചത്ത് മോരിന്റെ പുള്ളിയും പോയി ഇനിയിപ്പോൾ അതിനെക്കുറിച്ച്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്നുള്ള അറിയണം. നാളെ സംഭവിക്കാൻ പാടില്ലാത്തത് കൊണ്ട് ദർശനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചു അത് തന്നെ. ആരുടെ എന്തെന്നൊന്നും ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ല. എൻ്റെ ഇത് തന്നെ വൈക്കം ശാലിനി എങ്ങനെയാ പൊട്ടിപ്പോയെന്ന് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന് ഉത്തരം കിട്ടും. ഒരു ആഗ്രഹത്തിൻ്റെ പുറകെ പോയി എനിക്ക് എത്രയോ കോടികളാണ് എനിക്ക് നഷ്ടമായി. പകുതി വിലയ്ക്ക് ഇപ്പം ഏർപ്പാടാക്കിയേക്കുന്നത്. 2 ബാഹുബലി ഉണ്ടായിരുന്ന ഒരു പുലിമുരുകനൊക്കെ നമുക്ക് കളിക്കാം. വേറെ എങ്ങും പോയി സിനിമ കാണില്ലെന്ന് ശപഥം ചെയ്തിട്ടുണ്ട്. നമസ്കാരം, തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ പിറവത്താണ് കേട്ടോ. പിറവ് എന്ന് പറയുമ്പോൾ ഒരു പ്രിയപ്പെട്ട നാടാണ്. പിറവം പള്ളിയും പഴയൊരു പടിപ്പുരയും അതുപോലെ മൂവാറ്റുപുഴ ആറും ഒക്കെ ചേർന്ന് പിറവത്തിൻ്റെ മനോഹാരിത ഒന്നുകൂടി കൂട്ടുന്നു. പിറവത്ത് പണ്ട് മുതലേ ദേവി, യൂണിയൻ, സെലക്ട് ടാക്കീസ്, അതുപോലെ തന്നെ ദർശന, ഇങ്ങനെ 4-5 തിയേറ്ററുകൾ ഉണ്ടായിരുന്നു. അതിലിപ്പോൾ പ്രവർത്തിക്കുന്ന ഒരേ ഒരു തിയേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ദർശന സിനിമാ കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇന്ന് തിയേറ്റർ ബാൽക്കണി ദർശന സിനിമാ കോംപ്ലക്സിൻ്റെ വിശേഷങ്ങളായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. വളരെയധികം വ്യത്യസ്തമായ കാഴ്ചകളും അതുപോലെ തന്നെ ധാരാളം പ്രതിസന്ധിയിലൂടെ പടവെട്ടി പോരാടി നിൽക്കുന്ന ഒരു തിയേറ്റർ കൂടിയാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. പിറവം എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നൊരു ചെറുപട്ടണം. വിശുദ്ധ രാജാക്കന്മാരുടെ പള്ളിയും പഴൂർ പടിപ്പുരയുമൊക്കെ ഈ നാടിൻ്റെ മാറ്റും പ്രശസ്തിയും കൂട്ടുന്നു. മൂവാറ്റുപുഴയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ചെറുപട്ടണത്തിലെ തിയേറ്റർ കാഴ്ചകളിലേക്ക്, തിയേറ്റർ കഥകളിലേക്ക് നമുക്കൊരു യാത്ര പോകാം. പിറവം ടൗണിൽ തന്നെ പിറവം കോട്ടയം റൂട്ടിലാണ് നമ്മുടെ ഈ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തിയേറ്ററിൻ്റെ പാർക്കിങ്ങിൽ ഈ കാണുന്ന ആനയെ കൂടാതെ ഇവിടെ സിംഹം, കാള, കുതിര ഇങ്ങനെയുള്ള ധാരാളം ശില്പങ്ങളും വളരെ മനോഹരമായിട്ടുള്ള വൃക്ഷങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഹോട്ടലിലേക്കൊക്കെ കയറി വരുന്ന ആ ഒരു പ്രതീതിയാണ് ഈ ഒരു ബിൽഡിങ്ങും ഈ ഒരു പാർക്കിംഗ് ഏരിയ ഒക്കെ കാണുമ്പോൾ തോന്നുന്നത്. ഇവിടെയുള്ള ഒരു ശില്പത്തിൻ്റെയൊക്കെ ഒരു സൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ എത്രത്തോളം ശ്രദ്ധയോടെ ആയിരിക്കും ഇതെല്ലാം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെ ഈ ഒരു പാർക്കിങ്ങിൽ തന്നെ ഇതിനെ കൂടാതെ അനാർക്കലി എന്ന് പറഞ്ഞിട്ടൊരു ഓഡിറ്റോറിയം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ ലുക്ക് നിങ്ങളിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു വൈറ്റ് കളറിലുള്ള ബിൽഡിംഗ് ആണ്. അതിൽ തന്നെ ദർശന സിനിമാ കോംപ്ലക്സ് എന്നുള്ളൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ 3 സ്ക്രീനുകളുടെ പേര്, അതായത് സാറ, എലീന, മരിയ, ഈ 3 പേരുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബിൽഡിങ്ങിൻ്റെ ലുക്കിനെ പറ്റി പറഞ്ഞാൽ നിങ്ങളെ കൂടുതലായിട്ട് ബോറടിപ്പിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വൈറ്റ് കളറും അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള ഗ്രിൽസുമാണ് ഇവിടെ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളോരോ തിയേറ്ററുകളെ പറ്റി പറയുമ്പം അവിടുത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ രീതിയും അവിടുത്തെ ശില്പങ്ങളെ പറ്റിയും പഴയ കാലത്തെ പല വർക്കുകളെ പറ്റിയൊക്കെ ധാരാളം പറയുമ്പോൾ അധികം അങ്ങനെ പറഞ്ഞ് കേൾക്കാത്തൊരു പേരാണ് പിറവം ദർശന എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നപ്പം ഒന്ന് തിയേറ്ററിനകത്തൊക്കെ ഓടി കയറി നടന്നപ്പം നമുക്ക് കണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു തിയേറ്ററിൻ്റെ പാർക്കിങ്ങിലും അതുപോലെ തന്നെ തിയേറ്ററിൻ്റെ തൂണുകളിലും തിയേറ്ററിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയറിലും ഒക്കെ ധാരാളമായിട്ട് ഒരു പഴമയുടെ ആ ഒരു പ്രൗഢിയിലുള്ള പല എലമെൻസും ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാഴ്ചകൾ ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു തിയേറ്ററിൻ്റെ ബോക്സ് ഓഫീസ് വരുന്നത്. ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഡയറക്റ്റ് വരാവുന്ന രീതിയിലാണ് ഈ ഒരു ബോക്സ് ഓഫീസ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 80 രൂപ, 140 രൂപ, 160 രൂപ ഇങ്ങനെയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ബുക്കിംഗ് ആ പാർട്ട്ണർ എന്ന് പറയുന്നത് ബുക്ക് മൈ ഷോയാണ്. പേയ്മെൻറ്റ് ഓപ്ഷൻസ് വരുന്നത് ക്യാഷ് പേയ്മെൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് UP വഴിയും പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ ഈ ഒരു ലോബിയിലേക്കാണ് കയറി വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നു കഴിയുമ്പം തടിയിലുള്ള ഒരു ആനയുടെ മനോഹരമായിട്ടുള്ളൊരു ശില്പമുണ്ട്. നമ്മൾ മുന്നേ കണ്ടതിൻ്റെ പോലെ തന്നെ നല്ല ഒറിജിനാലിറ്റിയിൽ തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ആ ഒരു നമ്മൾ 3 സ്ക്രീനിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗേറ്റാണ്. ഇവിടെ നിന്നാണ് ടിക്കറ്റ്സ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ 3 സ്ക്രീനുകളിലേക്കും കയറുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു കഫ്റ്റീരിയ. ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ നീണ്ടു കിടക്കുന്ന ഒരു കഫ്റ്റീരിയയാണ്. ഈ ഒരു കഫ്റ്റീരിയയുടെ പേരെന്ന് പറയുന്നത് ഇറ്റ ജെക്സ് കഫേ എന്നാണ് കേട്ടോ. കഫ്റ്റീരിയനെ പറ്റി പറയുമ്പോൾ നമുക്ക് നോർമലി തിയേറ്ററിൽ കഫ്റ്റീരിയ കിട്ടുന്ന എല്ലാ ഐറ്റംസും ഇവിടെയും ലഭ്യമാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഐസ്ക്രീം, അത് ഇറ്റാജേക്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഇവരുടെ തന്നെ ഒരു ഓൺ ബ്രാൻഡാണ് ഈ ഒരു ഇറ്റാജേക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐസ്ക്രീം. അപ്പോൾ ഒരു ഹോം മെയ്ഡ് ടൈപ്പ് ഒരു പ്രീമിയം കൈൻഡ് ഓഫ് ഐസ്ക്രീംസ് ആണ് ഇവരിവിടെ കിട്ടുന്നത്. ലോബിയിൽ തന്നെ അതായത് കഫ്റ്റീരിയയോട് ചേർന്നിട്ടുള്ള ഒരു ഇരിപ്പിടങ്ങളാട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ തിയേറ്ററിലെ പഴയ ചെയറുകളാണ്. അതിന് വളരെ ഭംഗിയായിട്ട് പോളിഷൊക്കെ ചെയ്ത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഈ ഒരു ചെയർ ഇവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, നമ്മൾ സാധാരണ തിയേറ്ററിലൊന്നും കാണാറില്ല, ഇവിടെ ഒരു തൊട്ടിൽ കൂടി ഉണ്ട്. അതായത് കുട്ടികളായിട്ടൊക്കെ വരുന്ന അമ്മമാർക്ക് വളരെ സൗകര്യപ്രദമായ രീതിയിൽ ഇവിടെ ഒരു തൊട്ടിലും കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു തിയേറ്ററിൻ്റെ പ്രധാന ലോബി. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ തിയേറ്ററിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേയധികം ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തടി കൊണ്ടുള്ള പഴയ രീതിയിലുള്ള കുറേയധികം നിർമ്മിതികളുണ്ട്. അതിൽപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ലോബിയിൽ തന്നെ കാണാൻ പറ്റും. ഇവിടെ വെച്ചിരിക്കുന്ന ചില ടേബിൾസ്, അതുപോലെ തന്നെ തടിയുടെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെച്ച ചില കണ്ണാടികൾ, പഴയ മോഡൽ ചെയറുകൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണെങ്കിൽ കൂടി ഇവിടെ നമ്മൾ സിനിമയുടെ പോസ്റ്റർ വെക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ബോക്സുകൾ പോലും തടിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്, അതും ഫ്രെയിം എല്ലാം നല്ല ഈട്ടി തടിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇന്ത്യയുടെ ആ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു തിയേറ്ററിൻ്റെ സ്ഥാപകൻ്റെ പിതാവിൻ്റെ ഒരു ചെറിയൊരു ശില്പവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രധാന ലോബിയിലെ വിശേഷങ്ങൾ. ഇവിടുന്ന് നമ്മൾ നേരെ സ്ക്രീൻ 1ലേക്കും 2ലേക്കും കയറാൻ സാധിക്കും. അതിനോർമ്മ സ്ക്രീൻ 3ലേക്ക് നമ്മൾ മുകളിലൂടെയാണ് കയറുന്നത്. അതായത് അത് പഴയ തിയേറ്ററിൻ്റെ ബാൽക്കണിയാണ് ഇപ്പോൾ സ്ക്രീൻ 3 ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇവിടുത്തെ സ്ക്രീൻ 1ൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് ഇവിടുത്തെ സ്ക്രീൻ 1. ഈ ഒരു സ്ക്രീനിൻ്റെ പേരെന്ന് പറയുന്നത് സാറ എന്നാണ്. അതായത് നമ്മുടെ ഈ തിയേറ്ററിൻ്റെ ഓണറുടെ വൈഫിൻ്റെ പേരാണ് സാറ എന്ന്. ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഹാള് തന്നെയാണ്. അതായത് പഴയ പിറവം ദർശനയുടെ ആ ഒരു ബാക്കിലെ ഫസ്റ്റ് ക്ലാസ്സും ബാൽക്കണിയുടെ താഴെ വരുന്ന പോർഷനൊക്കെയാണ് ഈ ഒരു സ്ക്രീൻ 1ൽ വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഹാളിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണാവുന്ന പോലെ തന്നെ ആ ഒരു വുഡിൽ കുറേയധികം വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പഴയതല്ല കേട്ടോ, പുതുതായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന വർക്കുകളാണ്. അതുപോലെ തന്നെ ആ ഒരു വുഡ് വർക്സിൻ്റെ മുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ബ്ലൂ കളറിലുള്ള എക്വസ്റ്റീവ് വർക്കുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ട് സ്കൈലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ 3 സ്ക്രീനുകളിലും ഈ രീതിയിലുള്ള ആ ഒരു എന്താ പറയുക സ്കൈലൈറ്റ്സും അതുപോലെ തന്നെ വുഡിലുള്ള ഇൻറ്റീരിയർ വർക്ക്സുമാണ് ചെയ്തിരിക്കുന്നത്. ഈ സീറ്റുകളുടെ കളറിലും അതുപോലെ തന്നെയുള്ള ആ ഒരു സ്പോട്ട് ലൈറ്റ്സിൻ്റെ കളറിലും ഒക്കെ മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു തിയേറ്ററിൻ്റെ സീറ്റുകളുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഈ ഒരു സ്ക്രീനിലെ സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ ഇരിക്കുന്നത് ഇവിടുത്തെ ഗോൾഡ് ക്ലാസ്സിലാണ്. അതായത് ഈ ഒരു ക്ലാസ്സാണ് ഈ ഒരു ഹാളിൽ ഭൂരിഭാഗം സീറ്റുകളും വരുന്നത്. 243 പുഷ് ബാക്ക് സീറ്റുകൾ, ഈ കാണുന്ന തരത്തിലുള്ള സീറ്റുകളാണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലല്ല, അതിനൊക്കെ തൊട്ട് മുന്നേ ഇറങ്ങിയ മോഡലുള്ള പുഷ് ബാക്ക് സീറ്റുകളാണ്. എന്നാലും അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാവുന്ന തരം സീറ്റുകളാണ്. കപ്പ് ഹോൾഡറും ഉണ്ട്. ലെഗ് സ്പേസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ നീറ്റായിട്ടുള്ളൊരു ലെഗ് സ്പേസും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇവിടെ ഏറ്റവും മുന്നിലെ ഒരു നിര സീറ്റുകൾ, അത് സിൽവർ ക്ലാസ് എന്ന പേരിലാണ്. അതിന് 80 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പിന്നിലെ 2 നിര സീറ്റുകളുണ്ട്. അതിലേക്ക് വരികയാണെങ്കിൽ അതിന് ടിക്കറ്റ് ചാർജ് 160 രൂപയാണ്. സാധാരണ പിന്നിലെ 1-2 നിര സീറ്റുകൾ സോഫ സീറ്റുകളായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ ഇവിടുത്തെ സീറ്റുകൾ സോഫ സീറ്റ്സ് അല്ല, അല്പം കംഫർട്ടായിട്ട് ഇരിക്കാവുന്ന തരത്തിലുള്ള പുഷ് ബാക്ക് സീറ്റുകളാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു പ്ലാറ്റിനം ക്ലാസ്സിലെ സീറ്റുകൾ. ഇത് ആക്ച്വലി പഴയ ദർശന തിയേറ്ററിൻ്റെ ഒരു ബോക്സ് ക്ലാസ് ആണ് ഇപ്പോൾ പ്ലാറ്റിനം ക്ലാസ് ആയിട്ട് മാറിയിരിക്കുന്നത്. അതായത് ഈ ഒരു പ്രൊജക്ഷൻ റൂമിൻ്റെ 2 വശങ്ങളിലായിട്ടും 25 സീറ്റുകളാണ് ഈ ഒരു പ്ലാറ്റിനം ക്ലാസ്സിലുള്ളത്. പിന്നെ ഈ ഒരു പഴയ തിയേറ്ററിൻ്റെ ആ ഒരു എന്താ പറയുക തൂണുണ്ടല്ലോ, അതിപ്പോഴും ഈ ഒരു തിയേറ്ററിൽ അതുപോലെ തന്നെ 2 വശങ്ങളിലും ഉണ്ട്. കാരണം അത് സ്ട്രക്ചറിൽ ഉൾപ്പെട്ടിട്ടുള്ളതുകൊണ്ട് അത് മാറ്റാൻ സാധിക്കില്ല അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് പിന്നിൽ വരുന്ന ആ ഒരു 1-2 സീറ്റുകളിൽ ഇരുന്നുള്ള കാഴ്ചയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ഹാളിൻ്റെ ഏറ്റവും മുന്നിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഒരു നിര സീറ്റുകളുണ്ടല്ലോ, ഇതാണ് ആ ഒരു സിൽവർ ക്ലാസ്. ഈ ഒരു ക്ലാസ്സിൽ 26 സീറ്റുകളാണുള്ളത്. എല്ലാം പുഷ് ബാക്ക് സീറ്റുകൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 80 രൂപയാണ്. അങ്ങനെ ആകെ മൊത്തം ഈ ഒരു ഹാളിൽ, അതായത് സാറ എന്ന ഈ ഒരു സ്ക്രീനിൽ 294 സീറ്റുകളാണുള്ളത്. പിന്നെ നമ്മളിവിടുത്തെ സ്ക്രീനിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 34 അടി വീതിയും അതുപോലെ തന്നെ 16 അടിയോളം ഹൈറ്റുമുള്ള ഒരു ചെറിയ കർവോട് കൂടിയ സിൽവർ സ്ക്രീനാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 4K പ്രൊജക്ഷനാണ്. സോണിയുടെ 4K പ്രൊജക്ടറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 7.1 സൗണ്ട് സിസ്റ്റമാണ്. അതും സ്പീക്കറുകളെല്ലാം തന്നെ ക്ലിപ്ഷ് എന്ന കമ്പനിയുടെ സ്പീക്കറുകളാണ് കേട്ടോ. നമ്മൾ ക്ലിപ്ഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു പ്രീമിയം സൗണ്ട് പ്രദാനം ചെയ്യുന്ന ഒരു സ്പീക്കർ ബ്രാൻഡാണ് ക്ലിപ്ഷ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു സാറ എന്ന സ്ക്രീൻ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ സ്ക്രീൻ 2, അതായത് എലീന എന്ന സ്ക്രീനിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ നമ്മൾ സ്ക്രീൻ 2 എലീന ഈ ഒരു സ്ക്രീനിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ആക്ച്വലി ഈ ഒരു തിയേറ്ററിൻ്റെ ഓണറുടെ പെങ്ങന്മാരുടെയൊക്കെ പേര് ഒന്ന് കണക്ട് ചെയ്ത് ഇട്ടിരിക്കുന്നതാണ്. അതായത് എലിസബത്ത്, അന്നമ്മ, ആനി, ഈ പേരുകളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പേര്, അതായത് എലീന എന്ന പേരിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ കണ്ട രീതിയിൽ തന്നെ ആ ഒരു വുഡ് കൊണ്ടുള്ള ഇൻറ്റീരിയറും അതിന് ടോപ്പിലേക്ക് നമ്മൾ ആ സ്ക്രീൻ 1ൽ കണ്ട രീതിയിൽ തന്നെയുള്ള കുശിക് വർക്കുകളാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ആകെ വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ സ്പോട്ട് ലൈറ്റ്സിൻ്റെ കളറിൽ മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. റെഡും വാം കളറിലുള്ള സ്പോട്ട് ലൈറ്റ്സ് ആണ്
കൊടുത്തിരിക്കുന്നത്. അതുപോലെ സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ മുന്നേ കണ്ട രീതിയിലുള്ള സെയിം മോഡൽ സീറ്റ്സ് തന്നെയാണ് ഇവിടുത്തെ 3 ക്ലാസ്സിലും ഉള്ളത്. പക്ഷേ അതിന് കളറിൽ മാത്രം ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടുത്തെ സിൽവർ ക്ലാസ്സിൽ ഏകദേശം 22 പുഷ് ബാക്ക് സീറ്റുകളും അതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഗോൾഡ് ക്ലാസ്സിൽ 154 പുഷ് ബാക്ക് സീറ്റുകളും അതുപോലെ തന്നെ ഏറ്റവും പിന്നിലെ പ്ലാറ്റിനം എന്ന ക്ലാസ്സിൽ 45 സീറ്റുകളാണുള്ളത്. അങ്ങനെ ആകെ മൊത്തം 221 സീറ്റുകളാണ് ഈ ഒരു ഹാളിലുള്ളത്. ടിക്കറ്റ് ചാർജൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ച കൂടി നമ്മൾ ഈ ഒരു സ്ക്രീൻ 2-ൽ വന്നപ്പോൾ കണ്ടു. അതാണ് ഈ കാണുന്ന ഈ ഒരു തൊട്ടിൽ. അത് ഒരേ സമയം കുട്ടികൾ ഉറങ്ങുകയാണെങ്കിൽ 1-2 കുട്ടികളെ ഈ ഒരു തൊട്ടിൽ നമുക്ക് ഉറക്കാൻ സാധിക്കും. അപ്പോൾ കുട്ടികളുമായിട്ട് വരുന്ന പേരൻസിനൊക്കെ ഒരു സൗകര്യപ്രദമായിട്ട് സിനിമ കാണാൻ സാധിക്കും. അത് ഈ ഒരു സ്ക്രീന് മാത്രമല്ല, ഈ ഒരു തിയേറ്ററിൻ്റെ ആ ഒരു ലോബിയിലും അതുപോലെ തന്നെ മറ്റ് സ്ക്രീനുകളിലും ഇതുള്ള തൊട്ടിലുകൾ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി കേട്ടോ. മറ്റ് തിയേറ്ററുകളിലൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു കാഴ്ച. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു വൈറ്റ് സ്ക്രീൻ കണ്ടു കേട്ടോ. ഏകദേശം 32 അടി വീതിയും അതുപോലെ തന്നെ 16 അടിയോളം ഹൈറ്റുമുള്ള ചെറിയൊരു കർവോട് കൂടിയിട്ടുള്ള ഒരു വൈറ്റ് സ്ക്രീനാണ്. ആ സ്ക്രീനിന് ചുറ്റും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ക്ലോത്ത് വെച്ചിട്ട് മാസ്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടുത്തെ പ്രൊജക്ഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സോണിയുടെ 4K പ്രൊജക്ഷനാണ്. അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം വരുന്നത് 7.1 സൗണ്ട് സിസ്റ്റമാണ്. ക്ലിപ്ഷിൻ്റെ സ്പീക്കറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓവർഹെഡ് സ്പീക്കേഴ്സും ഈ ഒരു ഹാളിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും അറ്റ്മോസ്ഫിയർ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവവും ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ ഒരുപക്ഷെ ഈ ഒരു ഹാള് ഡോൾബി അറ്റ്മോസിലേക്ക് കൺവേർട്ട് ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളിന്ന് ദർശന തിയേറ്ററിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇന്നിവിടെ ഓടി വന്ന നമ്മുടെ ഒരു സുഹൃത്താണ് കേട്ടോ വിനോദേട്ടൻ. വിനോദേട്ടൻ ആക്ച്വലി പിറവങ്കാരൻ തന്നെയാണ്. അപ്പോളേ വിനോദേട്ടൻ്റെ ഒരു എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വിനോദേട്ടൻ പിറവത്തെ തിയേറ്ററുകളെ വല്ലാണ്ട് സ്നേഹിക്കുന്നു. അതിൽ തന്നെ ദേവി തിയേറ്ററിനെയും ദർശന തിയേറ്ററിനെയും വല്ലാതെ സ്നേഹിക്കുന്നു. അപ്പോൾ വിനോദേട്ടൻ ഒരിക്കൽ പോലും ഈ ഒരു ദർശന തിയേറ്റർ എന്ന് പറഞ്ഞു കേട്ടല്ലോ, എപ്പോഴും പറഞ്ഞാൽ നമ്മുടെ ദർശനം എന്നേ പറയുള്ളൂ. അത്രയധികം ഈ ഒരു തിയേറ്ററിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഭയങ്കര ഇഷ്ടമല്ലേ ഈ ഒരു തിയേറ്റർ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു തിയേറ്ററിനെ പറ്റിയുള്ള വിനോദേട്ടൻ്റെ ഒരു ഓർമ്മകൾ നമുക്കൊന്ന് കാണാം. വിനോദേട്ടൻ്റെ കയ്യിൽ ഈ ഒരു തിയേറ്റർ തുടങ്ങിയ കാലം തൊട്ടുള്ള പേപ്പർ കട്ടിങ്സും നോട്ടീസുകളുടെ ഒക്കെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് വിനോദേട്ടനോട് തന്നെ ഈ ഒരു തിയേറ്ററിനെ പറ്റിയുള്ള ഓർമ്മകളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഞാനിവിടെ ദർശനയിൽ ആദ്യമായിട്ട് അച്ഛൻ്റെ കൈ പിടിച്ച ഈ തിയേറ്ററിൽ ആദ്യമായിട്ട് സിനിമ കാണാനായിട്ട് വന്നത്. ഈ സിനിമയൊന്നും കൃത്യമായിട്ട് ഓർക്കണില്ല. പക്ഷേ എൻ്റെ ഓർമ്മയിൽ മൈ ഡിയർ കുട്ടിച്ചാത്തൻ, നല്ല തിരക്കിൽ മൈ ഡിയർ കുട്ടിച്ചാത്തൻ കണ്ടതായിട്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇറങ്ങിയ ഇടയ്ക്ക്, അതായത് ആദ്യത്തെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ, അത് 3D കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ കൺമുന്നിലേക്ക് ഇങ്ങനെ പഴങ്ങളും എല്ലാം ഇറങ്ങി വരുന്നത് ഒരു സ്വപ്നലോകത്തായിരുന്നു അന്ന് മുതൽ ദർശന എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങൾ. ദർശനയിൽ നേരത്തെ വരുമ്പോൾ കർട്ടൻ ഉണ്ടായിരുന്നു. ദർശനയിൽ കർട്ടൻ ഉയരുമ്പോൾ ഒരു നല്ലൊരു സംഗീതം, നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു. അതിപ്പോഴും മറക്കാൻ പറ്റുന്നത്. ഇപ്പോഴും എനിക്ക് ആ മൂക്കിൽ ആ സ്മെല്ല് അനുഭവിക്കാൻ സാധിക്കും. ആ കർട്ടൻ ഉയരാൻ നേരത്ത് നല്ലൊരു മ്യൂസിക്കും അതിനോട് ചേർന്നൊരു സ്മെല്ലും ഉണ്ടായിരുന്നു. അത് മറക്കാൻ പറ്റുന്നില്ല. പിന്നെ അന്ന് ഇതുപോലെ സ്നാക്സ് ഒന്നും തിയേറ്ററിനുള്ളിൽ കിട്ടിയിരുന്നില്ല. പുറമേ ഒരു കടയുണ്ടായിരുന്നു, അവിടെ കിട്ടുമായിരുന്നുള്ളൂ. അന്നങ്ങനെ ആരും അധികമായിട്ട് വാങ്ങാറില്ല. പിന്നെ നമ്മൾ വല്ല കടലയൊക്കെ വാങ്ങണ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറൊന്നും അധികം തിയേറ്ററിനുള്ളിലേക്ക് കൊണ്ടുവരാറുമില്ല. ബാലചന്ദ്രമേനോൻ്റെ ഒരു ചിരിയോ ചിരി എന്നൊരു പടം കാണാൻ വന്നപ്പോൾ സീറ്റ് കിട്ടാതെ ഇരുമ്പ് കസേര ഇടുന്ന് കാണേണ്ട ഗതികേട് വന്നിട്ടുണ്ട് തിരക്ക് കാരണം. അന്ന് ഇടനാഴി പോലത്തെ ഒരു ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറായിരുന്നു. അതിൽ നിന്ന് ശ്വാസം മുട്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ടിക്കറ്റ് എടുത്ത് അന്നൊക്കെ തീരെ കുഞ്ഞായിരുന്നു. അന്ന് കഷ്ടപ്പെട്ട് ആ സിനിമയുടെ ഓർമ്മകളൊക്കെ ഉണ്ട്. പക്ഷെ അത്രയും തിരക്ക് പിന്നെ തിയേറ്ററുകളിൽ ഒന്നിലും അത്രയും കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് ദർശന പടം കാണുക എന്നുള്ളത്. പിന്നെ ഇടയ്ക്ക് ചില പ്രതിസന്ധികളൊക്കെ ദർശനയ്ക്ക് വന്നു. അതൊക്കെ ഒന്ന് മാറി നല്ല നിലയിലാവും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. പിന്നെ ദർശനയുടെ ഓർമ്മകൾ സൂക്ഷിക്കാനായിട്ട് അച്ഛൻ്റെ കാലം മുതൽ ദർശനയുടെ നോട്ടീസുകളും പത്രക്കട്ടിങ്ങുകളെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പഴയ കാര്യങ്ങളെല്ലാം വീട്ടിൽ പണ്ട് മുതലേ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. അതിൽ ഒരുപാട് സാധനങ്ങൾ പ്രളയം വന്നപ്പോൾ വീടിൻ്റെ ഒരു നില മുങ്ങിപ്പോയപ്പോൾ നഷ്ടപ്പെട്ടു പോയി. ബാക്കിയുള്ളത് നഷ്ടപ്പെടാതെ നമ്മൾ ലാമിനേറ്റ് ചെയ്തും അതുപോലെ കവർ ചെയ്തൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ദർശനയുടെ ഓർമ്മകളൊക്കെ അതിൻ്റെ ഓർമ്മ ചിത്രങ്ങളെല്ലാം ഞങ്ങൾ ദർശനയ്ക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെനിക്കൊരു സമ്മാനമൊക്കെ അവർ തന്നിട്ടുമുണ്ട്. അപ്പോൾ എന്നും ദർശനയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കുടുംബസമേതം പ്രാർത്ഥിക്കാനുണ്ട് എല്ലാ ദിവസവും. ഇപ്പോഴും ദർശനയിലേക്ക് ഓരോ പടത്തിനും വന്നുന്നുണ്ട്. നല്ല പടം വന്നാൽ ദർശന വന്നിരിക്കും. വേറെ എങ്ങും പോയി സിനിമ കാണില്ലെന്ന് ശപഥം ചെയ്തിട്ടുണ്ട്. സിനിമ കാണുവാണെങ്കിൽ അത് പിറവം ദർശനയിൽ, നമ്മുടെ ദർശനയിൽ മാത്രം. അപ്പോൾ നമ്മൾ സ്ക്രീൻ 2-ന്റെ പ്രൊജക്ഷൻ റൂമിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. ആക്ച്വലി ഇവിടുത്തെ 3 പ്രൊജക്ഷൻ റൂംസും കാണിച്ച് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. കാരണം 3 സ്ഥലത്തും ഈ ഒരേ മോഡൽ പ്രൊജക്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സോണിയുടെ SRX R510 എന്ന മോഡൽ ലാമ്പ് മോഡൽ പ്രൊജക്ടറാണ്.
ആ ഒരു പ്രൊജക്ടറിന്റെ ആ ഒരു സെറ്റപ്പും അതിന്റെ എക്സോസ്റ്റും ഒക്കെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ 7.1 സൗണ്ട് സിസ്റ്റം, അതിന്റെ JBLന്റെ പ്രൊസസ്സർ, അത് CPI 2000 എന്ന മോഡൽ പ്രൊസസ്സറാണ്. അതുപോലെ തന്നെ QSCയുടെ ആംപ്ലിഫയറുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു തിയേറ്ററിന്റെ കണ്ടന്റ് പ്രൊവൈഡർ എന്ന് പറയുന്നത് SDC അല്ലെങ്കിൽ സോണി ഡിജിറ്റൽ സിനിമ ആണ്. 1979 ഏഴാം കടലിനക്കരെ എന്ന സിനിമയോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് ഈ ഒരു തിയേറ്ററിൻ്റെ ഒപ്പം പ്രവർത്തനം തുടങ്ങിയ മറ്റു തിയേറ്ററുകളാണ് നമ്മുടെ ചാലക്കുടി സുരഭിയും അതുപോലെ തന്നെ കൊല്ലം ശക്തികുളങ്ങര കപ്പിത്താൻസും. ഇതൊക്കെ ശരിക്കും പഴയ ഓർമ്മകളിൽ നിന്ന് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഒന്ന് തിരുത്തി തരിക. അപ്പോൾ അന്ന് ഈ തിയേറ്ററിന് ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു. ബാൽക്കണിയൊക്കെ ഉള്ള ഈ ഒരു പ്രദേശത്ത് തന്നെ അത്യാവശ്യം വലിയ തിയേറ്ററുകളിൽ ഒന്നായിരുന്നു പിറവം ദർശന തിയേറ്റർ. അന്ന് ഈ ഒരു തിയേറ്ററിന് സമീപത്തുള്ള മറ്റ് മെയിൻ സെൻറ്ററുകൾ എന്ന് പറയുന്നത് നമ്മുടെ കൂത്താട്ടുകുളം, അശ്വതി, ബിന്ദു, പീപ്പിൾസ്, അതുപോലെ തന്നെ മൂവാറ്റുപുഴ തിയേറ്ററുകളൊക്കെ റിലീസായിരുന്നു. പിന്നെ തലയോലപ്പറമ്പിലെ തിയേറ്ററിനും അന്ന് റിലീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പെരുവ, ഇലഞ്ഞി, ആരക്കുന്നം ഇവിടെയൊക്കെ ആയിരുന്നു തിയേറ്ററുകളുള്ളത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു AC തിയേറ്റർ എന്ന് പറയുന്നത് ഈ നാട്ടുകാർക്കൊക്കെ വലിയൊരു അനുഭവമായിരുന്നു. അന്നത്തെ ആ ഒരു തിയേറ്ററിൻ്റെ ബാൽക്കണിയാണ് ഇപ്പോൾ ഇവിടെ സ്ക്രീൻ 3 ആയിട്ട് ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്ക്രീൻ 3 മരിയയിലേക്ക് നമ്മൾ കയറി പോകുന്ന വഴിക്കാണ് ഈ ഒരു ചെറിയ ലോബി കണ്ടത്. ഇവിടെയും ആ ഒരു തിയേറ്ററിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ എസ്തെറ്റിക് വാല്യൂ അത് അവർ വളരെ നീറ്റായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിവിടുത്തെ ഇരിപ്പിടങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ ഗോവണിയിലാണെങ്കിലും ഫ്രെയിംസിലാണെങ്കിലും ഒക്കെ നമുക്ക് ഒരു വ്യത്യസ്തത, ആ ഒരു വുഡിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ കൂടെ കൂടിയിട്ട് ആ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു തിയേറ്ററിൻ്റെ ഉടമസ്ഥൻ പ്രൊഫസർ പൗലോ സാറ്, അദ്ദേഹം ഇന്ദിരാഗാന്ധിക്കൊപ്പവും അതുപോലെ ബാബ തിരുമേനിക്കൊപ്പം ഒക്കെ നിൽക്കുന്ന ആ ഒരു ഫോട്ടോസൊക്കെ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇവിടുത്തെ സ്ക്രീൻ 3യുടെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ സ്ക്രീൻ 3 മരിയ. അതായത് നമ്മുടെ മാതാവ്, ആ ഒരു പേര് ആണ് മരിയ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു ഹാളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ കണ്ട രീതിയിൽ തന്നെയുള്ള സീറ്റുകളാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. സീറ്റിൻ്റെ എണ്ണത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 22 ആ ഒരു സിൽവർ ക്ലാസ് സീറ്റുകൾ, അതുപോലെ തന്നെ ഗോൾഡ് ക്ലാസ്സിൽ 88 സീറ്റുകൾ, അതായത് നമ്മുടെ 140 രൂപയുടെ, അതുപോലെ പ്ലാറ്റിനം ക്ലാസ്സിൽ 74 സീറ്റുകൾ, അതായത് നമ്മുടെ 160 രൂപയുടെ സീറ്റുകൾ. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. എനിക്ക് ശരിക്കും ഇവിടുത്തെ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മുന്നിലെ നിര സീറ്റുകൾക്ക് 80 രൂപയുള്ളൂ. അതായത് ബാക്കിലെ സീറ്റുകളുടെ പകുതി രൂപയ്ക്ക് നമുക്ക് ഏറ്റവും മുന്നിലത്തെ ഒരു നിര സീറ്റിലിരുന്നിട്ട് സിനിമ കാണാൻ സാധിക്കും. അതായത് ആ ഒരു സ്ക്രീനിനോട് ഏറ്റവും ചേർന്നൊന്നുമല്ല ഈ ഒരു സീറ്റ് ഇട്ടിരിക്കുന്നത്. ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന ആ ഒരു സ്പേസിനേക്കാൾ കൂടുതൽ സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഓക്കെ ആയിട്ട് തന്നെ നമുക്ക് സിനിമ കാണാൻ സാധിക്കും. നമ്മൾ പല തിയേറ്ററുകളിൽ ചെന്നാലും ഏറ്റവും പിന്നിലത്തെ ആ ഒരു നോർമൽ സീറ്റുകൾക്കും മുന്നിലത്തെ സീറ്റുകൾക്കും ഒരേ ചാർജ്, അതായത് ഇപ്പോൾ 130 ആണെങ്കിൽ 130 തന്നെ ആയിരിക്കും, 150 ആണെങ്കിൽ 150 തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ 80 രൂപയുള്ളൂ. വളരെ നല്ലൊരു കാര്യമാണ് ഈ ഒരു മാനേജ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം പിറവത്തുള്ള വളരെ സാധാരണക്കാരായ ആളുകളെ കൂടെ ഈ ഒരു തിയേറ്ററിൽ വന്ന് സിനിമ കാണണമെന്ന് ഇവർ പരിഗണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. എന്താണ് ഈ ഒരു മുന്നിലത്തെ സീറ്റുകൾക്ക് 80 രൂപയാക്കിയതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം? അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു തിയേറ്ററിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു വുഡിൻ്റെ ഒരു ബോക്സ് കാണാൻ സാധിക്കും. ആക്ച്വലി ആ ഒരു പ്രൊജക്ടർ വെച്ചിരിക്കുന്നത് ഈ ഒരു ബോക്സിൻ്റെ അകത്താണ് കേട്ടോ. ആക്ച്വലി ആ ഒരു ഇൻറ്റീരിയറിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റി തന്നെയാണ് ഈ ഒരു ബോക്സിലും വന്നിരിക്കുന്നത്. അതായത് നമ്മൾ താഴെ കണ്ട പോലെ തന്നെ ആ ഒരു വുഡൻ ഇൻറ്റീരിയർ തന്നെയാണ് ഈ ഒരു ഹാളിലും ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലേക്ക് അക്വസ്റ്റിക് വർക്കുകളും അതുപോലെ തന്നെ സ്കൈലൈറ്റ്സുമാണ് ഇവിടെയും ഇൻറ്റീരിയറിന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെയൊരു ആ ഒരു പ്രൊജക്ടർ വെച്ചിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊരു തിയേറ്ററിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊജക്ടറെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു സോണിയുടെ 4K പ്രൊജക്ടറാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം വരുന്നത് 5.1 സൗണ്ട് സിസ്റ്റമാണ്. സ്ക്രീനിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 34 അടി വീതിയും അതുപോലെ തന്നെ 16 അടി ഹൈറ്റുമുള്ള ഒരു വൈറ്റ് സ്ക്രീനാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം ഞാൻ 5.1 ആണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കറുകൾ നമ്മുടെ ക്ലിപ്ഷിൻ്റെ തന്നെ, അതായത് ഈ ഒരു തിയേറ്ററിലെ 3 ഓഡിറ്റോറിയം ക്ലിപ്ഷിൻ്റെ സ്പീക്കറുകൾ ഉപയോഗിച്ചിട്ടാണ് സൗണ്ട് സിസ്റ്റം ചെയ്തിരിക്കുന്നത്. ഇപ്പം എൻ്റെ കൂടെയുള്ളത് പിറവം ദർശന തിയേറ്ററിൻ്റെ ഉടമസ്ഥൻ പ്രൊഫസർ C. പൗലോസിൻ്റെ മകനായിട്ടുള്ള ശ്രീ ബിനോയ് പൗലോസ് സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് സാർ ഈ ഒരു തിയേറ്റർ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നത്? തിയേറ്റർ ഇൻഡസ്ട്രിയിലോട്ട് വരുന്നതെന്ന് വെച്ചാൽ അപ്പൻ 79 തിയേറ്റർ പണിതു. അപ്പം ഞാനൊരു സ്കൂൾ ഗോയിങ് സ്റ്റുഡൻ്റ് ആയിരുന്നു.
പിന്നീട് 90 ആയപ്പോഴത്തേക്കും ഏകദേശം ഞങ്ങളെല്ലാം ഓരോ വഴിക്ക് തിരിയണമല്ലോ. തീർച്ചയായിട്ടും. അങ്ങനെ വരുമ്പം സിനിമയായിട്ടുള്ള ഒരു ഭ്രമമൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ തിയേറ്ററിലോട്ട് പതുക്കെ കയറി. അപ്പം 90 മുതൽ പിന്നെ ഇങ്ങോട്ട് പിന്നെ ഞാനായിരുന്നു. അപ്പോൾ ഈ 79 ഈ ഒരു തിയേറ്റർ AC തിയേറ്റർ ആയിട്ടാണല്ലോ തുടങ്ങിയത്. അന്ന് ശരിക്കും പിറവൂർ ഒരു ഗ്രാമപഞ്ചായത്തായിരുന്നു. അതെ. അപ്പോൾ ആ ഒരു കാലത്ത് അച്ഛൻ എന്തുകൊണ്ടായിരിക്കും അത്രയും ദീർഘവീക്ഷണത്തോടു കൂടി ആയിരിക്കുമല്ലോ ഒരു AC തിയേറ്റർ ഇവിടെ തുടങ്ങിയത്? ശരിക്കും പറഞ്ഞാൽ ഈ തിയേറ്റർ എറണാകുളത്ത് വരണ്ടേ. അപ്പം അന്ന് ഞങ്ങൾക്ക് എറണാകുളത്ത് ബിസിനസ് ഉള്ള സമയമാണ്. അപ്പം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മെയിൻ ബിസിനസ് പറഞ്ഞാൽ അയൺ ആൻഡ് സ്റ്റീലായിരുന്നു. മടത്തിപ്പറമ്പിൽ ഏജൻസീസ് എന്ന് പറഞ്ഞ എറണാകുളത്ത് അന്നത്തെ വലിയ കടകളിൽ ഒന്നായിരുന്നു. ഇപ്പം ഇല്ല കേട്ടോ, അതൊക്കെ പൂട്ടിപ്പോയി. അപ്പോൾ അന്ന് അപ്പൻ കഴിഞ്ഞ 2000 വരെയും എൻ്റെ അപ്പൻ ഇവിടുത്തെ 33 വർഷം ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു പിറവത്തെ. അപ്പോൾ അന്നേരം അപ്പനും തിയേറ്ററിൽ ആ സമയത്ത് പുതിയതായിട്ട് അപ്പനും തിയേറ്റർ ബിസിനസ്സിനെ കുറിച്ച് വലിയ ഗ്രാഹികളൊന്നുമില്ല. അപ്പൻ കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് ലോക്കൽ അതോറിറ്റിക്ക് കിട്ടുന്ന ഒരു ഭയങ്കര തുകയുണ്ട് എൻ്റർടൈൻമെൻറ്റ് ടാക്സിൻ്റെ ഇതിൽ. അപ്പം അപ്പൻ്റെ പഞ്ചായത്തുമാണല്ലോ. അപ്പം ആദ്യം വിചാരിച്ചിരുന്നത് കലൂരോ പാലാരിവട്ടത്തോ അല്ലെങ്കിൽ MG റോഡിലോ അന്നൊന്നും ഇത്രയ്ക്ക് വലിയ വിലയൊന്നും ഇല്ലല്ലോ. അന്നൊരു തിയേറ്റർ ഇവിടെ പണിയണം അവിടെ പണിയണതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അങ്ങനെ അവിടെ പണിയേണ്ട ഒരു സാധനം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴും ലോക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ പഞ്ചായത്തിലോട്ട് വരുന്ന ഒരു കാശും കൂടി ഒന്ന് കണക്കൂട്ടി നോക്കിയപ്പോൾ എന്തിനാ ഇത് പുറത്ത് കളയണേ. അപ്പം നാട്ടിലൊരു വലിയൊരു പ്രസ്ഥാനവും വരിക, അടുത്ത പരിസരത്ത് എങ്ങും ഇല്ലാത്തൊരു പ്രസ്ഥാനം നാട്ടിലും AC തിയേറ്റർ. അപ്പം ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും വേണമെന്നുള്ളതായിരുന്നു. അങ്ങനെ അപ്പം തിയേറ്റർ ഇന്ന് പണിതു 79. ഈ ഇനോഗ്രേറ്റ് ചെയ്തത് അന്നത്തെ നമ്മുടെ ശ്രീ മധു സാറാണ് ചെയ്തത്. അന്ന് മധു സാർ പ്രസംഗത്തിൽ വന്നപ്പോൾ ചോദിച്ചത് ഇത്രയും വലിയൊരു തിയേറ്റർ പിറവം പോലെയുള്ള സ്ഥലത്ത് എന്താ ആവശ്യം എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് ശരിക്കും ആദ്യത്തെ സിനിമ ഏഴാം കടലിനക്കരെ അല്ല, ആദ്യത്തെ ഒരു ദിവസം പബ്ലിക്കിന് വേണ്ടി ജീസസ് എന്ന് പറഞ്ഞ സിനിമ ഫ്രീ ആയിട്ട് കാണിച്ചു. അതിനുശേഷം പിന്നെ ഏഴാം കടലിനക്കര റിലീസായിരുന്നു. അതിന് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ കളിച്ചത് കതിർ മണ്ഡപമായിരുന്നു. ആ സിനിമ ഫ്ലോപ്പായി പോയി. പിന്നെ അങ്ങോട്ട് ഒരു 1-2 പടങ്ങളെ കളിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ തന്നെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ ഈ എല്ലാവരുടെയും സ്വാർത്ഥതയാണ് ഈ അവസ്ഥയ്ക്ക്. എൻ്റെ മാത്രമല്ല, സിനിമ ഏതെങ്കിലും ആ കാലഘട്ടത്തിൽ തളർന്നു കിടന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ചെറിയ കൂട്ടരുടെ സ്വാർത്ഥതയാണെന്ന് ഞാൻ പറയും. ദർശനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞങ്ങളുടെ തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചു അത് തന്നെ. ആരുടെ എന്തെന്നൊന്നും ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം അതൊക്കെ ഹിസ്റ്ററിയായി, സംഭവിച്ചും പോയി. ഈ പശുവും ചത്ത് മോരിന്റെ പുളിയും പോയി. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പക്ഷെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയണം. നാളെ സംഭവിക്കാൻ പാടില്ലാത്തത് കൊണ്ട്. അതായത് ഇപ്പോഴത്തെ സിനിമ ഇതുപോലെ അങ്ങ് വളരാനുള്ള ഒരു കാരണം എന്താ തോന്നണേ? ഞാൻ പറയണത് ശരിയാവണമെന്നില്ല. എന്താ തോന്നണേ? വൈഡ് റിലീസ് തന്നെ അല്ലേ? സിനിമ ഒരേ സമയം ഇത്ര അധികം തിയേറ്ററുകളിൽ നിന്ന് പൈസ തരണതാണ്. പൊളിഞ്ഞുപോയ പടങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അവിടെ നിന്ന് കിട്ടണം. എണ്ണം കൂടിയതുകൊണ്ടാ. ഈ എണ്ണ ഇല്ലെങ്കിൽ അതെങ്കിലും കിട്ടുമോ? ഇല്ല, കിട്ടില്ല. വൻ ഹിറ്റ് ആവുന്ന പടങ്ങൾക്ക് ഈ കോടികളുടെ കണക്ക് പറയാനുള്ള ഒരു അടിസ്ഥാനം ഉണ്ടാക്കി കൊടുത്തത് ആരാ? ഈ വൈഡ് റിലീസും തിയേറ്ററുകളും. സിനിമ തിയേറ്റർ വഴി വേണ്ട ഇത് ചെയ്യാൻ. OTT കൊടുത്താൽ ഇത്രയും കിട്ടുമോ? ഒരിക്കലും ഇല്ല. പിന്നെ OTT മുഴുവൻ സിനിമ ഇത് തിയേറ്റർ അങ്ങ് മാറ്റി ഒരു OTT ആകട്ടെ മാത്രം. ഇതിനെന്തുണ്ട്? ഒരു സീരിയലിന്റെ നിലവാരത്തിൽ മുകളിലോട്ട് വരൂല്ലേ? ഒരിക്കലും ഇല്ല. ഇതിന് ഇപ്പം അതിൽ അഭിനയിക്കുന്ന നടന്മാർക്കാണെങ്കിൽ പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഫെയിം കിട്ടിയ ആളുകൾക്കെല്ലാം കൊടുത്തത് ഈ ബിഗ് സ്ക്രീൻ ആണല്ലേ? അതെ. ഞങ്ങളെയൊക്കെ എന്നെ പോലുള്ളവർക്ക് ബാക്കിയുള്ളവർ എനിക്കറിയില്ല, എന്നെ ഇതിലോട്ട് ആകർഷിച്ചതും ഇതിൻ്റെ ഒരു മായാജാലമുണ്ട് സിനിമയുടെ. ഉണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് തന്നെയാണ്. ഞാൻ TV ഉള്ളായിരുന്നു എന്ന് വിചാരിക്കുക. ഞാൻ ഒരു TV-യിലെ സിനിമ കണ്ടിട്ടുള്ളൂവെങ്കിൽ എനിക്കിതൊന്നും വരില്ല. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും. മമ്മൂട്ടി എൻ്റെ ഹീറോ ആവൂല. ആവുമോ? ഒരിക്കലും ഇല്ല. മമ്മൂട്ടി ഒരു സാധാരണ TV സീരിയൽ ആണെങ്കിൽ എന്താ തോന്നണേ? ഒരിക്കലും ആവില്ല. മമ്മൂക്കയ്ക്ക് എക്സ്പോഷർ കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. ആർക്കെങ്കിലും കിട്ടുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ സിനിമേനെ ഒരു കാലത്ത് കുറച്ച് പേര് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പിടിച്ചു വെച്ച് 48 പോലും ഇല്ലായിരുന്നു. ആകെ അതിൽ താഴെയായിരുന്നു 32-36 ആദ്യത്തെ റിലീസ് സ്റ്റേഷനുകൾ. എന്നാലോചിച്ച് കേരളത്തിൽ ഒരറ്റത്ത് നിന്ന് മറ്റേറ്റം വരെ നോക്കുമ്പോഴാണ് മനസ്സിലായി. അപ്പൊ അതിന്റെ ഒരു കാഠിന്യം നോക്ക്, ആ ഒരു മെന്റാലിറ്റിയുടെ ഒരു ഏറ്റവും മോശമായിട്ടുള്ള വശം നോക്ക്. അപ്പം ഇപ്പം ദർശനയിലോട്ട് തിരിച്ചു വരുമ്പം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദർശന റിലീസ് തരാൻ
എനിക്ക് കിട്ടാണ്ടിരിക്കാൻ കാരണക്കാരനായ ആളെ ഞങ്ങളുടെ അസോസിയേഷൻ ഒരു ജോയിൻറ്റ് മീറ്റിങ്ങിൻ്റെ സമയത്ത് എവിടെയാണെന്ന് വെച്ചാണെന്ന് ഞാൻ ഓർക്കണില്ല, ഞാൻ അങ്ങേരെ വെല്ലുവിളിച്ചതാണ്. നിങ്ങൾക്ക് ധൈര്യമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, പിറവും നിങ്ങളുടെ സ്റ്റേഷനിലും നിങ്ങൾ ഒന്നിച്ച് കളിക്കും. നിങ്ങളുടെ കളക്ഷനേക്കാൾ കൂടുതൽ പിറവത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ സിനിമ തരണ്ട, റിലീസ് വേണ്ട. ആള് തയ്യാറായില്ലല്ലോ. രസം അതല്ല, അവിടെ നൂൺ ഷോ, അതായത് 100 ദിവസം 125 ദിവസം കളിച്ച പടങ്ങള് ഇത് 125 ദിവസം കഴിഞ്ഞ് നൂൺ ഷോ കളിക്കുമ്പോഴും ഈ പുള്ളി ഇവിടെ തരാൻ സമ്മതിക്കില്ല, അതും നിർത്തിയിട്ട് മതി എന്ന് പറയും. പിന്നെ അവരുടെ തന്നെ വേണ്ടപ്പെട്ട തിയേറ്ററിൽ ചുറ്റുവട്ടത്ത് വേറെ ഉണ്ടായിരുന്നു, വേറെ സ്ഥലം, ഇവിടെ തന്നെ വേറെ അടുത്ത സ്ഥലത്ത്. പേര് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയണത് വെച്ചാൽ അതൊരു ശരിയല്ല. പിന്നെ പക്ഷെ ഇത് പറയണം. ഞാൻ പറയണത് ഉണ്ടായ സംഭവങ്ങളല്ലാതെ ആരെയും വ്യക്തിഹത്യ ചെയ്യാനോ അവർക്ക് പറ്റുപോയ തെറ്റുകൾ അതൊക്കെ പോയി ഞാൻ അനുഭവിക്കാനുള്ള ഞാനും അനുഭവിച്ചു, ഇപ്പൊ അനുഭവിച്ചുകൊണ്ടും ഇരിക്കണം. അതൊക്കെ പോട്ടെ. അപ്പൊ പിന്നെ അവിടെയും കൂടി കളിച്ചിട്ടേ ഇവിടെ തരാവുള്ളൂ എന്നായി. അതൊന്നും ഒരു ശരിയല്ലല്ലോ, ഒരിക്കലും അല്ല. അപ്പൊ അങ്ങനെയാണ് പിറവത്തിന്റെ ദർശനയുടെ ചരിത്രം മാറ്റി എഴുതിയത്. അങ്ങനെയാണ്. അതായത് AC ആയിരുന്നു, റിലീസ് കിട്ടി. ഞാൻ ഈ പറഞ്ഞ ഈ തിയേറ്ററുകളിലൊന്നും AC ഇല്ല അന്ന്. എനിക്ക് തരരുതെന്ന് പറയണ ആളുകളുടെ തിയേറ്ററിൽ AC ഇല്ല. ഈ അടുത്ത കാലത്ത് ഞാനും അത് AC ആയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതില് 1-2 തിയേറ്റർ ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു. എന്ത് എന്റെ ഇത് തന്നെ വൈക്കം ശാലിനി എങ്ങനെയാ പൊട്ടിപ്പോയെന്ന് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന് ഉത്തരം കിട്ടും തീർച്ചയായിട്ടും. അപ്പം ഞാൻ വെറുതെ പറയണതല്ല, ഇത് ഉള്ള കാര്യം തന്നെ. ഇതുപോലെ ഇപ്പം ഈ പരിസരത്ത് ഉണ്ടായ സംഭവം ഞാൻ പറഞ്ഞു, ഇതുപോലെ കഥകൾ എല്ലാ പരിസരത്തുമുള്ള തിയേറ്ററുകാർക്ക് പറയാനുണ്ടാവുമായിരിക്കും തീർച്ചയായിട്ടും. ഇപ്പം ഇങ്ങനെ ഈ യാത്രയിൽ നിങ്ങൾക്ക് അതെല്ലാം അവരോട് പറയാൻ അറിയണ്ടേ. കാരണം ഒരിക്കലും വൈറ്റ് റിലീസ് എന്നുള്ള സാധനം പോകരുത്. OTT എന്നുള്ള സാധനത്തിന് പ്രസക്തി തനിയെ അങ്ങ് പോകും. നല്ല സിനിമകളിൽ ആളുകൾ തിയേറ്ററിലേക്ക് കാണുന്നു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം. മോശം സിനിമ വന്ന് കാണണമെന്ന് പറഞ്ഞാൽ നിർബന്ധം പിടിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് വേണ്ട. ഞാനും അത് തന്നെ പറയണം. ഞാൻ ചിലപ്പോൾ വിളിച്ചു എങ്ങനെയുണ്ട്, അല്ല അത് കുഴപ്പമില്ല, അത്രയും ഉള്ള സിൻസിയറായിട്ടുള്ളൊരു അഭിപ്രായം നമ്മൾ പറയണ്ടേ. അപ്പം നല്ല സിനിമകൾ വരട്ടെ, നല്ല സിനിമകൾ തിയേറ്ററുകളിൽ കളിക്കട്ടെ, അങ്ങനെ സിനിമ വലുതാകട്ടെ. ഇപ്പൊ ഒരു 90-ന് ശേഷമായി സാർ ഈ ഒരു തിയേറ്റർ ഏറ്റെടുക്കുകയും പിന്നീട് അന്ന് ആ ഏറ്റെടുത്ത സമയത്ത് വീണ്ടും ഇത് non AC തിയേറ്ററായി, B ക്ലാസ് തിയേറ്ററായി മാറിയല്ലോ അല്ലേ? ഞാൻ അതിന്റെ ഇടയ്ക്ക് പിന്നെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റാണ്ട് AC എടുത്ത് ഞാൻ കളഞ്ഞു. എന്നുവെച്ചാൽ കാശ് വരുമല്ലേ, AC ഇരിക്കുമ്പോഴത്തേക്ക് AC എന്താ ഇടാത്തെന്ന് ചോദിക്കും. AC ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള കാശ് കൊടുക്കാൻ, കറണ്ട് കാശ് കൊടുക്കാനുള്ള ആൾക്കാർ അകത്തുണ്ടാവില്ല. അവസാനം ഗതി കിട്ടാതെ എടുത്ത് കളഞ്ഞു. അങ്ങനെ non AC തിയേറ്ററായി. പിന്നെ 90-കളിൽ തൊട്ട് ഇങ്ങോട്ട് ഒരു B ക്ലാസ് തിയേറ്ററായിട്ട് മാറി അല്ലേ, റിലീസ് ഇല്ലാതെ. അതിനുശേഷം ഈ ഒരു 2015-ന് ശേഷമല്ലേ തിയേറ്റർ ക്ലോസ് ചെയ്ത് വീണ്ടും ഈ ഒരു 2015 ഫെബ്രുവരി 14 എന്ന് വന്നോണം അയ്യാണ് അവസാനം കളിച്ചത് ആ പഴയ തിയേറ്ററിൽ. അതെ. അപ്പൊ ഒരു പഴയ തിയേറ്ററിൽ നിന്ന് ക്ലോസ് ചെയ്ത് പിന്നീട് ഇപ്പൊ ഒരു 3 സ്ക്രീൻ തിയേറ്ററായിട്ട് മാറി. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഈ തിയേറ്ററിൽ നമ്മൾ എന്താ പറഞ്ഞ ഒരു അണ്ടർ റേറ്റഡ് തിയേറ്റർ എന്നൊക്കെ പറയാൻ സാധിക്കും. കാരണം നമ്മൾ പറയുമ്പോൾ തിയേറ്ററിന്റെ അതിന്റെ ഇന്റീരിയറിനെ പറ്റിയും അല്ലെങ്കിൽ തിയേറ്ററിൽ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും സൗകര്യങ്ങളെ പറ്റി പറയുമ്പോൾ മറ്റു പല തിയേറ്ററുകളുടെയും പേര് പറയുമ്പോൾ നമ്മൾ പറയാൻ വിട്ടുപോകുന്ന ഒരു തിയേറ്ററാണ് പിറവം ദർശന തിയേറ്റർ എന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ വരാൻ ഇത്രയും താമസിച്ചതെന്നും ഞങ്ങൾക്ക് തോന്നി. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണ് സാറിന്റെ നേതൃത്വത്തിൽ ഈ ഒരു തിയേറ്ററിനെ 3 സ്ക്രീനാക്കിയപ്പം വന്ന മാറ്റങ്ങൾ? അതായത് ഞാനൊരു MCOM ഗ്രാജുവേറ്റ് ആണ്. ഇപ്പം എൻ്റെ ഈ എൻജിനീയറിംഗ് സൈഡിലുള്ള ഇതെല്ലാം വളരെ പരിമിതമാണ്. അപ്പം ഒരു എൻജിനീയറുടെ സഹായം വേണ്ടി എടുക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം ഞാൻ എടുത്തിട്ടുണ്ടെന്നല്ലാതെ നിങ്ങൾ ഭാഗ്യമായിട്ട് കാണുന്നതും എൻ്റെ മുറ്റം വരെ അതെല്ലാം ഞാൻ എന്താ പറയുക ഇരുന്ന് കൊത്തി ഉണ്ടാക്കിച്ചതാണ്. അതൊരു സ്വപ്നമായിരുന്നു. എന്തേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിന്നവരാരുമില്ല. എന്തിനാ ഈ കാശ് മുടക്കണേ, ഇതൊക്കെ കിട്ടുമോ എന്നതായിരുന്നു ചോദ്യം. ഞാനന്നേരം ആ ഒരു വശത്തിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ചിന്തിച്ചില്ല. ഇതിൽ ലോസ്റ്റായി ഇങ്ങനെ പടന്നുകൊണ്ടിരുന്നു. നമ്മുടെ ഒരു ഇഷ്ടത്തിന്റെ പുറകെ. ആ ഒരു ഇഷ്ടം കൊണ്ടാണെന്ന് തോന്നുന്നു. ചുറ്റും പുറം നിങ്ങൾ പോയോന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ ചുറ്റും എൻ്റെ തിയേറ്ററിന് പുറകില്ല. എൻ്റെ ഏറ്റവും അൺനോട്ടീസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു കോർണർ പോലും ഈ കാണുന്നത് പോലെ തന്നെ ഇരിക്കുള്ളൂ. അല്ല, ഞാൻ അതിലേക്ക് വരാം. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്ന് ഉച്ചയൂണ് കഴിച്ചത് ഇവിടുത്തെ മെസ്സിൽ നിന്നാണ്. സാർ എന്നെ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു തിയേറ്ററിൻ്റെ ആ ഒരു മെസ്സ് അല്ലെങ്കിൽ കിച്ചൺ എന്ന് പറയുന്നിടത്ത് തന്നെ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ എക്യുപ്മെൻറ്റ്സ്, അതുപോലെ കംപ്ലീറ്റ് ടൈൽസ്. ഇത് വളരെ സീരിയസ് ആയിട്ട് ഞങ്ങളിന്ന് സംസാരിച്ചായിരുന്നു. ഞാനൊരു ഹോട്ടൽ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ അപ്പോൾ അത്രയും ഹൈജീനായിട്ട് അത്രയും വൃത്തിയായിട്ട് ഒരു തിയേറ്ററിൻ്റെ എല്ലാ ഭാഗങ്ങളും സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ചില എന്താ പറയുക കുറച്ച് വാർത്തകളൊക്കെ നമ്മൾ കണ്ടു, കുറേയധികം പ്രശ്നങ്ങളിലാണ് ഈ ഒരു തിയേറ്റർ ഇപ്പോൾ പോകുന്നതെന്ന്. ശരിക്കും എവിടെയാണ് വീണ്ടും ഒരു കാലടർച്ച ഉണ്ടായത്?
കാലറിച്ചാൻ എൻ്റെ പണി തുടങ്ങി അന്ന് മുതൽ എനിക്കുണ്ട്. എന്ന് വെച്ചാൽ 2015 ഞാൻ ക്ലോസ് ചെയ്ത് തിയേറ്റർ തുടങ്ങി. 1.5 വർഷം കൊണ്ട് ഞാൻ പണി തീർത്തതാണ്. അന്നതുപോലെ വലിയൊരു തുക ലോണൊക്കെ എടുത്തിട്ടാണ് ചെയ്തത്. പക്ഷേ എനിക്കൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. ഒന്ന് വരാൻ പോണ വലിയ 2 സിനിമകൾ, ബാഹുബലി 2 ബാഹുബലി ഉണ്ടായിരുന്നു, ഒരു പുലിമുരുകനൊക്കെ നമുക്ക് കളിക്കാം. അതനുസരിച്ച് ഞാൻ വർക്കും തീർത്തതാണ്. 1.5 വർഷം കൊണ്ട് പണി തീർത്തു. പക്ഷേ അന്നേരം ലോക്കൽ അതോറിറ്റിയുടെ ഇത് പെർമിറ്റ് കിട്ടാനും മറ്റു കാര്യങ്ങൾ, ലൈസൻസും കാര്യങ്ങളൊക്കെ അവരെനിക്ക് തരാണ്ട് എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചാണ് ആദ്യം എനിക്കുണ്ടായ ബുദ്ധിമുട്ട്. 79 പണിതാന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ആ സമയം മുതൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു തിയേറ്റർ 2008 വന്ന തണ്ണീർത്തട നിയമത്തിൻ്റെ പേരും പറഞ്ഞ് ഇതിൻ്റെ ഏതോ ഒരു ആധാരത്തിൽ നിലവായിട്ട് കിടക്കണമെന്നൊക്കെയാണ് അവരിന്ന് കാരണം പറഞ്ഞത്. പക്ഷെ അതൊന്നും കാരണമായിരുന്നില്ല സത്യത്തിൽ. എന്നിട്ട് പിന്നെ കോടതി പോയി. അതിന് പിന്നെയും കോടതി ഇവർക്ക് ഡയറക്ഷൻ കൊടുത്ത് ലൈസൻസ് ഇതെല്ലാം കിട്ടി വന്നപ്പോൾ 1.5 വർഷം അങ്ങനെ അങ്ങ് പോയി. ഈ ഇത്രയും ഭീമമായ തുകയ്ക്ക് 1.5 വർഷം പലിശ കയറുമ്പോൾ തന്നെ ഏകദേശം എത്ര ശതമാനത്തോളം ലോൺ എമൗണ്ട് കൂടി എന്നുള്ളത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ആ സമയങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അങ്ങനെ അങ്ങ് പോയി. പിന്നെ തിയേറ്റർ ഇതെല്ലാം ഈ ബുദ്ധിമുട്ടുകളെല്ലാം കഴിഞ്ഞ് ഞാൻ ഓഗസ്റ്റ് 15 2018 ഓഗസ്റ്റ് 15 അന്നെൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഓർമ്മ ദിവസം കൂടിയാണ്. ആ ഒരു ദിവസമൊക്കെ വെച്ചിട്ട് പിന്നെ ഇൻഡിപെൻഡൻസ് ഓഫ് കോഴ്സ് അതും എല്ലാം വെച്ചിട്ട് ഞാൻ അന്ന് തന്നെ ഒരു ഇനോഗ്രേറ്റ് ചെയ്യാമെന്നുള്ളൊരിതിൽ ഞങ്ങൾ ചെറിയൊരു ഇനോഗ്രേഷൻ പരിപാടിയൊക്കെ വെച്ചു. അന്ന് തുടങ്ങിയ മഴയാണ്. 3ാമത്തെ ദിവസം ഓഗസ്റ്റ് 17, 18 ആയപ്പോഴത്തേക്ക് ഇവിടെ മുഴുവൻ നമ്മൾ ഇരിക്കുന്ന ഈ ഓഫീസ് ഇതിനകത്തേക്ക് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. എൻ്റെ തിയേറ്ററിൻ്റെ കഫേ, ട്രാൻസ്ഫോമർ, പവർ റൂം, താഴത്തെ നിലയിലുള്ള 3-4 നില സീറ്റുകൾ ഇതെല്ലാം മുങ്ങി മൂടിപ്പോയി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ലേ. അങ്ങനെ ചെയ്തു. പിന്നെ പൂട്ടേണ്ടി വന്നു. പിന്നെ പണി ചെയ്ത് ഒക്ടോബർ 5 പിന്നെ തിയേറ്റർ തുടങ്ങണേ. അപ്പോൾ ഓഗസ്റ്റ് മുതൽ ഒക്ടോബറുള്ള സമയം പിന്നെയും പോയി. ഈ വെള്ളപ്പൊക്കം വന്ന് നാട്ടുകാരുടെയൊക്കെ കുഞ്ചി ഒടിഞ്ഞിരിക്കുന്ന സമയത്ത് എങ്ങനെ പിന്നെ സിനിമ നന്നാവണേ? അതിൻ്റെ ഒരു ക്ഷീണം പിന്നീടുള്ള 17 മാസം തിയേറ്റർ ഓടി. ഈ 17 മാസവും ഈ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയ ദുരിതം മുഴുവൻ ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് സിനിമയ്ക്ക് പോകാനുള്ള ഒരു മാനസികാവസ്ഥയോ സാമ്പത്തികാവസ്ഥയോ ഒന്നും ആയിരുന്നില്ലായിരിക്കും. കാരണം ഒരു നാട്ടുമ്പുറമാണ് നമ്മുടേത്. ഇതൊരു വലിയ സ്ഥലമൊന്നുമല്ല. വന്നു പോണ ആളുകളില്ല. അതായത് ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഇല്ല ഇവിടെ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ആ സമയം 17 മാസം വളരെ തട്ടിയും മുട്ടി അങ്ങ് പോയെന്നേ പറയാൻ പറ്റുള്ളൂ. ഈ സമയത്തും എൻ്റെ ലോണൊന്നും കുഴപ്പമില്ലാണ്ട് അങ്ങ് പോയി. 18 ഇതെല്ലാം വെള്ളപ്പൊക്കത്തിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സൊക്കെ ഒരു റീസ്ട്രക്ചറിങ് ഒക്കെ ബാങ്ക് തന്നിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ 17 മാസം ഓടി കഴിഞ്ഞിട്ടാണ് പിന്നെ കൊറോണയ്ക്ക് പൂട്ടുന്നത്. 2 വർഷം 20 മാസം ഈ സമയത്ത് പെട്ടുപോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് 10 പൈസയുടെ വരുമാനം ഇല്ലാണ്ടായി. 20 മാസം ഇങ്ങനെ കിടന്നു. ആ സമയത്ത് നമ്മൾ ഗവൺമെൻറ് പറഞ്ഞിരുന്ന പല ആനുകൂല്യങ്ങളും തരാനായിട്ട് നമ്മൾ ബാങ്കിനെ സമീപിച്ചു. ബാങ്ക് സത്യം പറഞ്ഞാൽ അതൊന്നും തന്നില്ലേ. MSME രജിസ്ട്രേഷൻ ഉള്ളതാണ് ദർശനയ്ക്ക്. ഈ MSME രജിസ്ട്രേഷനുള്ള ലോണുകൾ NPA ആക്കണതിന് ഒരു പ്രൊസീജിയറുണ്ട്. എനിക്ക് പല കാര്യങ്ങളും അവർ ചെയ്യാനുണ്ട്. ആ ഒരു പ്രൊസീജിയർ അവർ ഫോളോ ചെയ്യണം. ഇതൊന്നും ഫോളോ ചെയ്യാണ്ടാണ് ഇവർ എൻ്റെ അക്കൗണ്ട് NPA ആക്കിയതും പിന്നെ അതിൻ്റെ പ്രൊസീഡിങ്സ് പോയത്. പിന്നെ കോടതി പോയി. പിന്നെ 2-3 വർഷം ഇതിങ്ങനെ കോടതി കേസും പറഞ്ഞ് ഞാനിങ്ങനെ നടന്നു. ആ സമയത്ത് പിന്നെയും പലിശ കൂടി. 14 കോടി എന്തുമായി കൂടി. ആ സമയത്ത് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എടുത്ത പ്രോപ്പർട്ടി സെക്യൂരിറ്റി കൊടുത്ത മറ്റൊരു പ്രോപ്പർട്ടി അവർ 4-1 വിലയ്ക്ക് അവർ ലേലം ചെയ്ത് വിറ്റു. ആ സാധനമൊക്കെ അവരന്ന് ഇത് ഈ സർഫാസി ഇനിഷ്യേറ്റ് ചെയ്യാതെ എനിക്കൊരു സമയം തന്നിരുന്നെങ്കിൽ എനിക്ക് ഉള്ള വിലയ്ക്ക് ആ പ്രോപ്പർട്ടി വിറ്റെങ്കിൽ എൻ്റെ ലോണിൻ്റെ ഒരു 75% എനിക്ക് തീർന്നു പോയേനെ. അതിനൊരു അവസരം അവർ തന്നില്ല. ഇനിയിപ്പോൾ അതും നേരത്തെ കാര്യം പറഞ്ഞ പോലെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? യാതൊരു തരത്തിലുള്ള ഇതിൻ്റെ മുഴുവൻ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ മനസ്സിലാവും ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ. ഇത്രയും പറയുമ്പോൾ ഏകദേശം മനസ്സിലാവില്ല എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന്. ഒരു കോടതിയിൽ എനിക്കെതിരെ ബാങ്ക് ഫയൽ ചെയ്ത കൗണ്ടർ അത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയാണ് ആ കേസ് അന്ന് തോറ്റു പോണത്. പിന്നെ അവസാനം ഇപ്പം ചെറിയൊരു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫേസ്ബുക്കിലുണ്ടായിരുന്നല്ലോ, ഇവിടെ വന്ന് റിക്കവറി പ്രൊസീഡിങ്സൊക്കെ. അതും അവസാനം അന്നും എന്തോ ദൈവകൃപയാൽ അതും മാറിപ്പോയി.
ഇപ്പം ബാങ്കുമായിട്ടൊരു എൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി അതും ഇതുപോലെ പകുതി വില പോലും കിട്ടാണ്ടാണ് വിറ്റ് ഇത് തീർക്കാൻ പോണത്. അപ്പം ഈ ഒരു തിയേറ്റർ ഒരു സ്വപ്നത്തിൻ്റെ പുറകെ പോയി, ഒരു ആഗ്രഹത്തിൻ്റെ പുറകെ പോയി എനിക്ക് എത്രയോ കോടികൾ എനിക്ക് നഷ്ടമായി. ഇതൊക്കെ ആദ്യം എൻ്റെ അടിസ്ഥാന കാരണം അന്നത്തെ ആ ഒരു മുനിസിപ്പാലിറ്റി, അന്ന് മുനിസിപ്പാലിറ്റി ലോക്കൽ അതോറിറ്റി എനിക്ക് ഇത് തരാതിരുന്നത് തന്നെയാണ്. ആ 1.5 വർഷം കൊണ്ടാണ് എൻ്റെ അടിത്തറ ഇളകിപ്പോയത്. അവിടെ നിന്ന് തുടങ്ങി പിന്നെ തുടരെ വാലേ വന്ന് ഓരോരോ പ്രശ്നങ്ങളും അതിനാക്കം കൂട്ടി ആയിരിക്കുന്ന അവസ്ഥ ഇതാണ്. പക്ഷേ ഇതും തരണം ചെയ്യും. അതാണ് വിശ്വാസം. ദിസ് ടു ഷാൽ പാസ്. എൻ്റെ പെങ്ങളുടെ മോള് അവൾ എഴുതി തന്ന എനിക്ക് എൻ്റെ അവസ്ഥകളിൽ. അപ്പോൾ ഇതും തരണം ചെയ്യാൻ പറ്റും ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ. അല്ല, ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ, ദൈവത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് സ്വീകാര്യതയുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ ഞങ്ങൾ അത്രയ്ക്ക് വലിയ പാപമൊന്നും ചെയ്ത ആൾക്കാരല്ല, എങ്കിൽ ഞങ്ങളുടെ ദൈവം നിലനിർത്തട്ടെ. ഇല്ലെങ്കിൽ എന്ത് വേണേലും വന്നോട്ടെ. ഞാൻ എൻ്റെ അറിവിലോ ഞാനോ എൻ്റെ കാരണവന്മാരാരും ഒരു ദ്രോഹവും ആർക്കും ചെയ്തിട്ടില്ല. അപ്പം നല്ലത് വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോഴും ഇരിക്കണം. സാർ, അപ്പോൾ ഇനിയൊരു ചോദ്യം, വാട്ട്സ് നെക്സ്റ്റ്? എന്താണ് ഇനി ദർശനയുടെ ഒരു ഫ്യൂച്ചർ? വാട്ട് നെക്സ്റ്റ് എന്നുള്ള ചോദ്യത്തിനൊരു മറുപടി സത്യത്തിൽ എന്താ ഞാൻ പറയാം, അതിൻ്റെ ആൻസർ എനിക്ക് ദൈവം തരണം. മുമ്പിൽ നമുക്ക് അതിനുള്ള മാർഗങ്ങളുണ്ട്, അതിനുള്ള അസറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി, ഇപ്പം ഞാൻ ഇതിനു വേണ്ടിയിട്ട് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി ഹൈവേയിൽ കിടക്കുന്ന നല്ല കണ്ണായ സ്ഥലം പകുതി വിലയ്ക്ക് ഇപ്പം ഏർപ്പാടാക്കിയേക്കുന്നത്. പക്ഷേ പകുതി വിലയ്ക്ക് പോട്ടെ, പ്രശ്നങ്ങൾ തീരട്ടെ എന്നും പറഞ്ഞു. അതും പക്ഷേ അങ്ങ് ഫൈനലായിട്ട് ത്രൂ ആയാലല്ലേ നമുക്ക് തീർന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ തീർത്ത് നമുക്ക് സേഫ് എന്ന് വെച്ചാൽ ഒരു സേഫ് സൈഡിലാകാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുന്നു, വിശ്വാസത്തിലിരിക്കുന്നു. തീർച്ചയായിട്ടും സാർ, അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വിശ്വാസം അല്ലേ, എല്ലാ പ്രതിസന്ധികളും തീർത്ത് ആ ഒരു എന്താ പറഞ്ഞേ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ നമ്മുടെ ദർശന തിയേറ്റർ, പിറവത്തിൻ്റെ സ്വന്തം എന്ന് പറയാവുന്ന ഒരു സ്ഥാപനമാണ് ദർശന തിയേറ്റർ. പൂർവാധികം ശക്തിയോടെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് തുടർന്നും കാലങ്ങളേറെ പ്രവർത്തിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തിയേറ്റർ ബാൽക്കണിയുടെ സൈഡിൽ നിന്നുള്ള ഒരു മൊമെൻറ്റോ കൂടി നമ്മൾ സാറിന് കൈമാറുകയാണ്. താങ്ക് യു സോ മച്ച്. സത്യത്തിൽ നിങ്ങൾക്കാണ് ഈ മെനക്കെട്ട് ഇങ്ങനെ ഓരോ തിയേറ്ററിൻ്റെയും കാര്യങ്ങൾ മനുഷ്യരെ അറിയിക്കാൻ. സിനിമാ പ്രേമികളെ മനുഷ്യർ എല്ലാവർക്കും താല്പര്യമാണ്, പക്ഷേ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തിയേറ്ററുകളെ കുറിച്ച് അറിയുക, സിനിമയെ കുറിച്ച് അറിയുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ മെനക്കെട്ട് നടക്കുന്നത്, നിങ്ങൾക്കാണ് സത്യം പറഞ്ഞ മൊമെൻറ്റോ തരേണ്ടത്. അതിന് അടുത്ത പ്രാവശ്യം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം നിങ്ങൾ എല്ലാ വർഷവും നടത്താൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ന് വേണമെങ്കിലും ആണ്ടിലൊരിക്കൽ ഞാൻ ഹോസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതിനകത്ത് മെയിനായിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ ആരാണെന്ന് കേട്ടപ്പോൾ, ഏത് തരത്തിലുള്ള ആളുകളെയാണ് നിങ്ങൾ കൂട്ടിയത് ചെയ്യണമെന്ന് കേട്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഞാൻ അതിനെന്നും തയ്യാറാണ്. നമ്മുടെ സിനിമാ തിയേറ്റർ അറിവ് അനുഭവങ്ങളും ഗ്രൂപ്പിൻ്റെ ആ ഒരു ആനുവൽ മീറ്റപ്സിൻ്റെ കാര്യമാണ് സാറ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഒത്തിരി നന്ദി സാർ. പറഞ്ഞ പോലെ തന്നെ എന്താ പറഞ്ഞ ഒരു മനസ്സ് നിറഞ്ഞ് പറയുകയാണ്, എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ, എല്ലാം ഉഷാറാവട്ടെ വീണ്ടും. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. തൻ്റെ ജീവിതത്തിലെ കൗമാരവും യൗവനവും ഈ ഒരു തിയേറ്ററിന് വേണ്ടി നീക്കിവെച്ചൊരു മനുഷ്യൻ, ഏകദേശം 35ഓളം വർഷങ്ങൾ ഈ തിയേറ്ററിനോടൊപ്പം നടന്നൊരു മനുഷ്യൻ, പ്രതിസന്ധികൾ ഏറെ ഉണ്ടായിട്ടും ദർശനയെ കൈവിടാതെ ചേർത്ത് പിടിച്ചൊരു മനുഷ്യൻ. ശ്രീ ബിനോയ് പൗലോസിൻ്റെ വാക്കുകളിലുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസം, അതിൽ ഞങ്ങൾക്കും ഏറെ പ്രതീക്ഷയുണ്ട്. പിറവങ്കാർക്ക് മുന്നിൽ ദൃശ്യവർണ്ണ ശബ്ദ വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ദർശന തിയേറ്റർ കാലാകാലങ്ങളോളം നിലനിൽക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പാർക്കിലിരിക്കുന്നത്ര ആസ്വദിച്ചാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. പുറകിലൊരു മനോഹരമായ തിയേറ്റർ, ചുറ്റും മരങ്ങൾ, അതുപോലെ തന്നെ മൃഗങ്ങളുടെ ശില്പങ്ങൾ, പക്ഷികളുടെ കളകളാരവം, അങ്ങനെ ആകെ മൊത്തം വളരെ എൻജോയ് ചെയ്താണ് ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ നമ്മളോട് ഈ ഒരു തിയേറ്ററിൻ്റെ ഓണർ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ കുറേയധികം പ്രതിസന്ധികൾ ഈ ഒരു തിയേറ്റർ നേരിടുന്നുണ്ട്. അപ്പോൾ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഈ ഒരു തിയേറ്റർ പറന്നുയർന്നു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം, പ്രാർത്ഥിക്കാം. കാരണം ഈ ഒരു തിയേറ്റർ ഈ ഒരു പിറവങ്കാരുടെ മനസ്സിൽ അത്രമേൽ പതിഞ്ഞൊരു നാമമാണ്. അപ്പോൾ നമ്മളോട് വിനോദേട്ടനൊക്കെ പറഞ്ഞില്ലേ, കാരണം അങ്ങനെ കുറേയധികം ആൾക്കാർക്ക് വളരെയധികം പ്രിയപ്പെട്ട ഓർമ്മകളുള്ളൊരു തിയേറ്റർ കൂടിയാണ് ഈ ഒരു ദർശന തിയേറ്റർ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ വരുന്നവരെ നന്ദി, നമസ്കാരം.